നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ഇക്കിഗായിയെ കുറിച്ചാണ്. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ഫോർമുല ഫോർ ഹാപ്പിനെസ്. 100 വയസ്സിന് മുകളിൽ ജീവിച്ച ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈലിലായിട്ടുള്ള കീ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്ന അവർക്കെല്ലാ ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ ഇക്കിഗായി പഠിച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് നമുക്ക് സമ്മറൈസ് ചെയ്തെടുക്കാം. നമുക്ക് നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു എന്നേ ഉള്ളൂ, എന്നാലും നമ്മൾ നമ്മുടെ തോട്ട്സും ആ പോസിറ്റിവിറ്റിയും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഗൂഗിൾ മീറ്റുള്ള സെഷൻസ് വഴിയും ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റ്സ് വീഡിയോ ചെയ്യാൻ ഒരു 10 hours, 10 മണിക്കൂർ എഫേർട്ട് വേണ്ടി വരും. പ്രിപ്പറേഷൻ, എഡിറ്റിംഗ്, പ്രസന്റേഷൻ എല്ലാം കൂടെ കൂട്ടി 10 മണിക്കൂറാണ് ഒരു 20 മിനിറ്റ് വീഡിയോ ചെയ്യാനുള്ള എഫേർട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഗൂഗിൾ മീറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും നേരിട്ടും റിക്വസ്റ്റ് ചെയ്തു വീഡിയോസ് കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മീറ്റ് കുറച്ചിട്ട് വീഡിയോസ് കൂടുതൽ ചെയ്യാൻ വീണ്ടും നോക്കുകയാണ്. മാക്സിമം നമ്മളിത് കൊണ്ടുപോകും. ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ നോക്കുക. ഇൻസ്റ്റാഗ്രാമിലെ പുതിയ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നൊക്കെ പറഞ്ഞ് ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഫോളോ ചെയ്തിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീൽസിന്റെ പുതിയൊരു സീരീസ് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ഇക്കിഗായിയെ കുറിച്ചാണ്. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ഫോർമുല ഫോർ ഹാപ്പിനെസ്. ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ ജാപ്പനീസ് ഫോർമുല ഫോർ ഹാപ്പിനെസ് എന്നാണ് ഇക്കിഗായിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഇക്കി എന്ന് പറഞ്ഞാൽ ലൈഫ്, ഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അഥവാ മൂല്യം. അപ്പോൾ ഈ വർത്ത് അല്ലെങ്കിൽ വാല്യൂ, ലൈഫിന്റെ വർത്ത് അല്ലെങ്കിൽ വാല്യൂവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇക്കിഗായി എന്ന് പറയുന്നത്, നിങ്ങൾ ബുക്ക് വായിക്കുന്നവരാണെങ്കിൽ ഓൾറെഡി ഇക്കിഗായിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും അല്ലെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അതല്ല, അധികം വായനാശീലമൊന്നും ഇല്ലാത്തവരാണ് ഇക്കിഗായി എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. ആമസോണിലൊക്കെ കിട്ടുന്ന ബുക്കാണ്, വളരെ നല്ലൊരു ബുക്കാണ്. ഇനി ഇക്കിഗായിയെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു സ്റ്റോറി ലെവൽ അല്ലെങ്കിൽ നറേറ്റ് ചെയ്ത് വരാം. അതിന് നമുക്ക് ആക്ഷൻ ഐറ്റംസ് കാണും, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് കാണും, നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് കാണും. അപ്പം അത് പോയിന്റ്സ് ആയിട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്യാം. ഇൻഫോഗ്രാഫിക്സ് ആയിട്ട് വരും. താഴെ പോയിന്റ്സും ഡിസ്ക്രിപ്ഷൻ പോയിന്റ്സും കൊടുത്തിരിക്കും. അപ്പോൾ ഇക്കിഗായി എന്ന് പറയുന്ന ബുക്ക് 2 ഓതേഴ്സ് കൂടി എഴുതിയതാണ്. ഹെക്ടർ ഗാർസിയയും ഫ്രാൻസിസ് മിഷേഴ്സ് എന്ന് പറഞ്ഞ 2 പേര് കൂടിയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇത് മെയിനായിട്ട് സംസാരിക്കുന്നത് ഓക്കിനാവ എന്ന് പറഞ്ഞ ജപ്പാനിലെ ഒരു ഐലൻഡിനെ കുറിച്ചാണ്. ഓക്കിനാവ എന്ന് പറയുന്നത് 2nd വേൾഡ് വാറിലെ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ഏരിയാസിൽ ഒന്നായിരുന്നു ഓക്കിനാവ. ഇപ്പോൾ ഓക്കിനാവ ഫേമസ് ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി, ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുള്ള സ്ഥലം എന്ന് പറഞ്ഞാണ് ഓക്കിനാവ ഫേമസ് ആയിരിക്കുന്നത്. ഓക്കിനാവ ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിഗായി എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഓഫ് ഓൾവേസ് ബീങ് ബിസി, എപ്പോഴും തിരക്കിലായിക്കൊണ്ട് അല്ലെ എപ്പോഴും എന്തിലേലും മുഴുകിക്കൊണ്ട് സന്തോഷമായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന. അവരുടെ ക്ലൈമറ്റ് കാണും, അവരുടെ ഡയറ്റ് കാണും, അവരുടെ ലൈഫ് സ്റ്റൈലുകളുണ്ട്. അപ്പം അതിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അവരുടെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവരുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ എടുക്കാം, അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇക്കിഗായി നമ്മൾ ഒരിക്കലും ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സാറ്റിസ്ഫാക്ഷൻ ആണ് തരും, ഒരു ഹാപ്പിനെസ് തരും, നമുക്കതൊരു ലൈഫിനൊരു മീനിങ് തരും. ഇക്കിഗായി എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് ആയിട്ട് എടുക്കുക, ആ വാക്കായിട്ടുള്ള ഒരു ഫ്രേസ് ആയിട്ട് എടുക്കുക. ആ ഒരു നമുക്കത് കാരണം ഇക്കിഗായി നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഇക്കിഗായി ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ഇക്കിഗായി ഉറങ്ങിക്കിടപ്പുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കാനായി നമ്മൾ ക്ഷമയോടുകൂടി പരിശീലിക്കണം. ഉറങ്ങിക്കിടക്കും ഉള്ളതെന്നുള്ളതിന് ഒരു എന്താ പറയുക പ്രൂഫ് എന്ന് പറയുന്നത് ആ ഇക്കിഗായി നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. നമ്മളെ എഴുന്നേറ്റ് വരാൻ അല്ലെങ്കിൽ ഒരു ദിവസം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇക്കിഗായിയാണ്. ഇനി ഈ ജാപ്പനീസിന്റെ കാര്യം പറയുന്നത്, അവർക്ക് അവരുടെ ഒരു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി അവർക്കില്ല. അവര് എത്ര നാൾ വരെ അവരുടെ ലൈഫ് പോകുന്നു എത്ര നാൾ വരെ അവരുടെ ബോഡി സമ്മതിക്കുന്നു അത്രയും നാളും അവർ എഴുന്നേറ്റ് പോവുകയാണ്. നമുക്കിപ്പോൾ ഒരു 35 വയസ്സായി കഴിയുമ്പോൾ നമുക്കൊന്ന് കുത്തിയിരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പം എണീറ്റ് വരാൻ അവരുടെ ഇക്കിഗായി കാരണമാണ് അവർക്ക് ആ ഒരു റിട്ടയർമെന്റ് പോലും വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ എത്തിയത്. ഏജിങ് പ്രോസസ്സ്, നമ്മുടെ ഈ വയസ്സാകുന്ന ആ പ്രോസസ്സ്
അത് സ്ലോ ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു യൂത്ത്ഫുൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് മൈൻഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം വേണ്ടത് ആക്റ്റീവ് മൈൻഡ് ഉണ്ടാകുക. പിന്നെ വേണ്ടത് ഒരു ഹെൽത്തി ഡോസ് ഓഫ് സ്ട്രെസ് ഇല്ലാതിരുന്നാലും കാര്യമില്ല. സ്ട്രെസ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ഫാക്ടർ നമ്മുടെ 0 ആയി പോയി നിൽക്കും. അപ്പോൾ ഹെൽത്തി ഡോസ് ഓഫ് സ്ട്രെസ് വേണം. പോസിറ്റീവ് സ്ട്രെസ്, ഹെൽത്തി ഡോസ് ഓഫ് സ്ട്രെസ് വേണം. ഒരു ആക്റ്റീവ് മൈൻഡ് വേണം. ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാകൂ. അതുപോലെ തന്നെ തിരിച്ച് ഹെൽത്തി ആയിട്ടുള്ള ബോഡി മാത്രമേ ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ. അത് രണ്ടും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആക്റ്റീവ് മൈൻഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്യാൻ സ്റ്റേ യങ് ബൈ കീപ്പിംഗ് ആക്റ്റീവായിട്ട് ഇരിക്കുക. ഒരു കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ എക്സർസൈസസ് നമുക്ക് മൈൻഡും ബോഡിക്കും വളരെയധികം ഗുണം ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നല്ല ഷേപ്പിൽ നിൽക്കും. ഫിസിക്കൽ എക്സർസൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി നല്ല ഷേപ്പിലാക്കാൻ എപ്പോഴും നല്ലത് ഫിസിക്കൽ എക്സർസൈസ് ആണ്. അതുപോലെ തന്നെ മെന്റൽ എക്സർസൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോൺസിനെ എല്ലാം നല്ല ഹെൽത്തി കണ്ടീഷനിൽ നിർത്താൻ സാധിക്കും. ഇപ്പം ഈ മെന്റൽ എക്സർസൈസ് ഇല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിനെല്ലാം ഒരു ഡിറ്റീരിയേഷൻ ഉണ്ടാകും. ഈ ഡിറ്റീരിയേഷൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുക, എന്താ പറയുക, ഡിപ്രഷൻ ഉണ്ടാകുക, അങ്ങനെ ആങ്സൈറ്റി കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അത് മെയിനായിട്ടും നമുക്ക് വരുന്നത്. അപ്പം ഇതിൽ ഈ മെൻ്റൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ ടേക്ക് ചെയ്യാം എന്നുള്ളതിൽ മൈൻഡ്ഫുൾനെസ് ആണ് ഒരു നല്ലൊരു ഉപാധി. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ. നമ്മുടെ ചിന്തകളിലും നമ്മുടെ വിചാരങ്ങളിലും വികാരങ്ങളിലും ഉണ്ടാകുന്ന ഒരു ശ്രദ്ധ, അത് നമ്മളെ ഇപ്പോഴത്തെ സമയങ്ങളിൽ പ്രസന്റിൽ നമ്മളെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ശ്രദ്ധ നമുക്ക് കൂട്ടിക്കിട്ടാൻ നമുക്ക് മെഡിറ്റേഷൻ ഉണ്ടാകാം. മെഡിറ്റേഷൻ ഒരു ഉപാധിയാണ്, യോഗ ഒരു ഉപാധിയാണ്. അതുപോലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഈ സ്ട്രെസ് കുറയ്ക്കാനേ പാടുള്ളൂ, മുഴുവനായിട്ട് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ എന്താ പറയുക, ഒക്കിനാവയിൽ ആൾക്കാരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 100 years ഒക്കെയാണ്. അപ്പോൾ ആ 100 years അവർ ജീവിക്കുന്ന അവരുടെ ലൈഫ് വെച്ചിട്ടാണ് നമ്മളീ പറയുന്നത്. അവിടെ സെഡൻറ്ററി ബിഹേവിയർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഇരുന്ന് ചടഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം അവിടെ ആർക്കുമില്ല. ജപ്പാൻ എന്ന് പറയുന്ന ഫേമസ് ആയിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്കറിയാം. ഈ ഓക്കിനാവ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ട്രെയിൻ സർവീസ് ജപ്പാനിൽ ഇല്ലാത്ത ഏകമായ ഒരു സ്ഥലം ഓക്കിനാവയാണ്. അവിടെ ട്രെയിൻ സർവീസസ് ഇല്ല. അവിടെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഒരു 10 kilometer അപ്പുറമുള്ള ഒരു കാര്യത്തിലേക്കാണ് അവരങ്ങ് നടന്നേ പോവുള്ളൂ. അവരെപ്പോഴും എന്തിലും ബിസി ആയിരിക്കും. ഈ ഒരു ആക്ടിവിറ്റി അവർ ആ ചെയ്യുന്ന കാര്യം പറയുന്നത് അവർ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അവരാ നടക്കുമ്പോൾ അവർ നടക്കുന്ന പ്രസന്റ് എല്ലാ ദിവസവും പാർക്കിൽ പോകുന്ന ആൾക്കാരാണ്. അവർ പാർക്കിൽ പോയിരിക്കും. അങ്ങനെയൊക്കെയാണ് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സെഡൻറ്ററി ബിഹേവിയർ മാറ്റുക, അത് അടുത്ത പോയിന്റ് നോക്കിയാണ് സെഡൻറ്ററി ബിഹേവിയർ മാറ്റുക. ഇപ്പം ഈ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുന്നതിന് പകരം ഞാൻ ആക്ഷൻ ഐറ്റംസ് ആയിട്ട് പറയാം. ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കൂ. ആക്ഷൻ ഐറ്റംസ് ആയിട്ട് പറയാം. ആദ്യത്തെ, ഒരു ദിവസം മിനിമം 20 മിനിറ്റ് നടക്കുക. മിനിമം 20 മിനിറ്റ് നടക്കുക. വർക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ഓഫീസിൽ പോകുമ്പോൾ, ഈ കൊറോണ കോവിഡ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഓഫീസിൽ പോകുന്ന ഒരു സമയത്ത് എലവേറ്റർ ഉപയോഗിക്കാതെ സ്റ്റെപ്പ് കയറുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ എലവേറ്റർ ഉപയോഗിക്കാതെ സ്റ്റെപ്പ് കയറുക. അടുത്ത് ഒരു സോഷ്യൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ലക്ഷ്യ ഫ്രീ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുക. ജങ്ക് ഫുഡ് ഒരു ഫ്രൂട്ടുമായിട്ട് റീപ്ലേസ് ചെയ്യുക. ഒരു ബർഗർ കഴിക്കുന്നതും ഒരു ആപ്പിൾ കഴിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് എല്ലാ ദിവസവും കൊണ്ടുവരിക. അത് വളരെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു. റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് ഒരു ദിവസം കൊണ്ടുവരിക എന്ന് പറയും. ഇപ്പോഴും അത് നടന്നിട്ടില്ല. കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടീമായി, സ്പോർട്സ് ഇഷ്ടമുള്ള സ്പോർട്സ് ആണ്, അതിൽ പങ്കാളികളാകുക. ഞാനതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണിത്. അപ്പോൾ ഞാൻ കുട്ടികളുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി റുട്ടീനെ കുറിച്ച് ബോധവാന്മാരാകുക. നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് മാറ്റി അതിനെ റീപ്ലേസ് ചെയ്യുക. ഹാബിറ്റ്സിൻ്റെ ഒരു നേരത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാംഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് മാറ്റിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. ഒരു നല്ല ഹാബിറ്റുമായിട്ട്, പോസിറ്റീവ് ഹാബിറ്റുമായിട്ട് റീപ്ലേസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മൾ ഐക്യതയുടെ കുറച്ച് ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ നമുക്കൊരു തോന്നൽ തോന്നും, ആ സ്ഥലം കഴിഞ്ഞു പോയി ഞാൻ എങ്ങനെയാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതെന്ന്. കാരണം നമുക്ക് ആ ലൂസ് ഓഫ് സെൻസ് ആണ് സംഭവിക്കുന്നത്. ആ സെൻസ് നമുക്ക് പോയി നമ്മൾ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ അങ്ങ് എൻഗേജ് ആയി.
അപ്പോൾ അതിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു ഹംഗേറിയൻ സൈക്കോളജിസ്റ്റാണ്, മിഹായ് ചിക്കൻസായ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ്. അദ്ദേഹം പറയുന്നത് ഇതൊരു ഫ്ലോ ആണെന്നാണ്. ഈ ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്കൊരു പ്രത്യേകിച്ച് കൺട്രോൾ, നമുക്കൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ഫ്ലോയിലാണ് അത് പോകുന്നത്. ആ ഫ്ലോയിൽ പോകുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കിഗായി ആണ് അവിടെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്കിഗായി ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ഫ്ലോയിൽ നടക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഹാപ്പി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളെ മറക്കുന്നു. ആ പാഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ പാഷനിൽ കൂടെ നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് നൽകാമെന്ന് അതും കൂടെ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മനസ്സിന് ഒരു നല്ല ഓർഡർ വരുന്നു. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒഗീമി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ഈ ഒക്കനാവയിൽ തന്നെയുള്ള ഒഗീമി എന്ന് പറഞ്ഞൊരു വില്ലേജിൽ, അവിടെയാണ് ഈ കമ്പാരിറ്റീവ് ഏറ്റവും കൂടുതൽ ദീർഘകാലം ജീവിക്കുന്ന ആൾക്കാരുള്ളത്. അവിടെ അവർക്ക് ഇഷ്ടംപോലെ പ്രോവർബുകളുണ്ട്, അവർക്ക് ഇഷ്ടംപോലുള്ള ഫ്രേസസ് ഉണ്ട്. ഈ അധികാരം ജീവിക്കുന്നതിനെ കുറിച്ച് അവർക്ക് അങ്ങനെ ഒരു ട്രഡീഷൻ തന്നെയാണ് അവരുടേത്. ഒഗീമിയിലുള്ള ഒരു പ്രത്യേകത പറയുന്നത് അവിടെ ഒരു ടാസ്കും ആരെയും ഏൽപ്പിക്കില്ല, എല്ലാം വോളണ്ടിയർ ബേസ്ഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുറ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിലത്തെ റോഡിലെ കള പറിക്കണം. നമ്മളിവിടെ പഞ്ചായത്തിൽ പോയി പറയുന്നു, നമ്മൾ അത് കുടുംബശ്രീയിലുള്ളവരോട് പറയുന്നു, അല്ലെങ്കിൽ മൈക്കാടുകാരോട് പറയുന്നു, അങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. ഈ ഒഗിമിയിൽ ഈ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ടാസ്ക് ഇന്നതുണ്ട് എന്ന് മാത്രം പറയും. ആൾക്കാർ വോളണ്ടിയർ ചെയ്ത് അവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിക്കണം അല്ലേ, ഞാൻ പറയാം. അങ്ങനെ വോളണ്ടിയർ ചെയ്താണ് ആൾക്കാർ വരുന്നത്. ആരെ ഫോഴ്സ് ചെയ്യുന്നില്ല. അവരുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് നടത്തി. ഈ ഒരുപാട് നൂറുകണക്കിന് ഇൻ്റർവ്യൂസ് നടത്തിയിട്ട് പലരുമായിട്ടും പല പ്രാവശ്യമായിട്ടും ഇൻ്റർവ്യൂസ് നടത്തിയിട്ട് ഇവർക്ക് ഈ ഒഗീമിക്കാർക്ക് ഒരുപാട് ട്രഡീഷൻസും ഫ്രേസസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. വിഷമിക്കരുത്, ഡോണ്ട് വറി. അത് അവർ പറഞ്ഞ ഒരു പോയിന്റിൽ ഒരെണ്ണമാണ് കൾട്ടിവേറ്റ് ഗുഡ് ഹാബിറ്റ്സ്. നല്ല ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നർച്ചർ യുവർ ഫ്രണ്ട്ഷിപ്സ് എവരി ഡേ. എല്ലാ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്ഷിപ്സ് എപ്പോഴും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സിനോട് എപ്പോഴും സംസാരിക്കുക, ഫ്രണ്ട്സിനോട് പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക, ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും ടച്ചിലിരിക്കുക, അങ്ങനെയൊക്കെ പറയും. ഒരു അടുത്ത ഒരു പോയിന്റ് പറഞ്ഞ അൺഹറീഡ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു ഗീവ് യുവർസെൽഫ് സം ടൈം. അവസാനമായിട്ട് അവർ പറഞ്ഞ് ബി ഓപ്റ്റിമിസ്റ്റിക്. ഒരു ശുഭാപ്തി ചിന്ത വളർത്തിയെടുക്കുക. ഇനി ഈ ഒരു ലോങ് ലിവിങ് ലൈഫിന്, ഹെൽത്തി ലൈഫിന് ഒരു എന്താ പറയുക, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങളിപ്പം എത്തീസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേച്ചറിന് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഭാഗം, ഒരു സോഷ്യൽ കണക്ഷൻ, കുറച്ച് ഗുഡ് ഹാബിറ്റ്, ഇങ്ങനൊരു ഹെൽത്തി ബ്ലെൻഡ് ഉണ്ടാക്കിയെടുക്കണം. ഈ 100 വയസ്സിന് മുകളിൽ ജീവിച്ച ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈലിലായിട്ടുള്ള കീ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്ന, അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടായിരുന്നു. ഇനി നെയ്ബർഹുഡുമായിട്ട് ഒരു നല്ലൊരു അസോസിയേഷൻ വെക്കുക. ആ ഒരു കൂടെ ഒരു ചെറിയ ഫാമിലി ഗ്യാതറിങ്, അല്ലെങ്കിൽ കൂടെ ഒരു ചെറിയൊരു നെയ്ബർ ഗ്യാതറിങ്, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ ഞാൻ പറഞ്ഞ കൂടെ ഒരു ചെറിയ ഗ്യാതറിങ് പോലെ ഉണ്ടാകുക, അവരുമായിട്ട് സംസാരിക്കുക, ചെറിയ കാര്യങ്ങൾ പോലും മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് തീർക്കുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ബ്ലോഗ് ഞാൻ എഴുതി, എൻ്റെ കുട്ടികൾ എന്നെ എങ്ങനെയാണ് പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അവരെപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നു. അവർ ചെറിയൊരു പാട്ട് കേട്ടാലും അവർ ഡാൻസ് ചെയ്യും. ഇപ്പം ഞാനും നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ കൂടെ കൂടും, ഞാൻ അവരുടെ കൂടെ കൂടി ഡാൻസ് ചെയ്യും. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈച്ച് ആൻഡ് എവരി മൈൽസ്റ്റോൺ ക്യാൻ ബി സെലിബ്രേറ്റഡ്. അവരെല്ലാവരും അവരുടെ ഇക്കിഗായിയാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇക്കിഗായി കണ്ടുപിടിച്ച് നമ്മുടെ ഇക്കിഗായി നമുക്ക് ജീവിക്കാം. നമ്മുടെ പാഷൻ, നമ്മളെ ഡ്രൈവിംഗ് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കും അതിൽ ജീവിക്കാൻ പറ്റും. അവരുടെ ട്രഡീഷനും ലോക്കൽ കൾച്ചറുമായിട്ട് അവരെ വളരെ പ്രൗഡായിട്ട് നിൽക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഡാൻസ് ചെയ്ത് ഞാൻ ഡാൻസ് ചെയ്തു, അങ്ങനെ പറഞ്ഞ് ഒരു റിഗ്രറ്റ് അല്ല. അവർ ഡാൻസ് ചെയ്തു, അവർ ഫുൾ ഹോൾ ഹാർട്ടഡ്ലി ഡാൻസ് ചെയ്തു. ആ ട്രഡീഷൻ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നു. അവർ എപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവരെപ്പോഴും പാഷനേറ്റ് ആയിരിക്കും. പിന്നെ അവർ ബിസിയാണ്. ആ ബിസി ആയിരിക്കുന്ന കാര്യങ്ങൾ അവർ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പം വെജിറ്റബിൾ ഗാർഡൻ്റെ കാര്യം പറഞ്ഞു, ആ വെജിറ്റബിൾ ഗാർഡൻ അവർ എൻജോയ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവർ ബിസിയായി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന
ഒക്കിനാവ ഡയറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് സ്റ്റഡിക്കൊക്കെ വിധേയമായ കാര്യമാണ് ഒക്കിനാവ ഡയറ്റ്. അപ്പം ആ ഡയറ്റിൽ മെയിൻ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പം നമ്മൾ ന്യൂട്രീഷ്യനിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആൻറ്റി ഓക്സിഡൻസിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒക്കിനാവയിൽ വേൾഡിൽ ഏറ്റവും കുറവ് കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉള്ള, അല്ലെങ്കിൽ ജപ്പാനിലെ ഏറ്റവും കുറവ് കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉള്ള സ്ഥലമാണ് ഒക്കിനാവ. അത് കൂടുതലും അവരുടെ ഡയറ്റ് കൊണ്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ദിവസം 10 grams സോൾട്ടിൽ താഴെ ഒരു കഴിക്കുന്നത്. അത് ജപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേഷനാണത്. അത് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 10 ഗ്രാമിൽ കുറവേ അവർ സോൾട്ട് കഴിക്കുകയുള്ളൂ. ഈ ഒരുപാട് ന്യൂട്രീഷൻസ് ഒക്കിനാവ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സ് അവർ കഴിക്കും. അത് കൂടുതലും വെജിറ്റബിൾസ് ആണ് അവർ കഴിക്കുന്നത്. ജങ്ക് ഫുഡോ നോൺ വെജിറ്റബിൾ ഫുഡ്സോ അല്ല, കൂടുതലും പലതരത്തിലുള്ള വെജിറ്റബിൾസ് ആണ് അവർ കഴിക്കുന്നത്. ഒരു 5 നമ്മൾ 3 നേരമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, അവർ ഒരു 5 നേരമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ആ 5 നേരവും അവർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നുണ്ട്. ധാന്യങ്ങൾ അവർ ഒരുപാട് അവരുടെ ഡയറ്റിൽ കൂട്ടും. ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ഒക്കെ ധാരാളമുള്ള സാധനം അത് അവരുണ്ട്. അവർ വല്ലപ്പോഴേ പഞ്ചസാര കഴിക്കുകയുള്ളൂ. പഞ്ചസാര കഴിക്കുകയാണെങ്കിൽ മധുരം വരാൻ വേണ്ടി അവർ കരിമ്പാണ് കൂടുതലും റിലേ ചെയ്യുന്നത്. പിന്നെ അവർ വിശപ്പ് മാറാൻ വേണ്ടിയാണ് കഴിക്കുന്നത്, സ്വാദ് മാറാൻ വേണ്ടിയിട്ടല്ല കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേണ്ടത്ര ഭക്ഷണമേ കഴിക്കുകയുള്ളൂ. കുറച്ച് വിശപ്പം മാറിയില്ലെങ്കിലും മുഴുവൻ വയറ് നിറയാൻ വരെ അവർ വെയിറ്റ് ചെയ്യില്ല. ഐഡിയലി അവർ ഒരു ഫ്യൂവർ കലോറീസ് ആയിരിക്കും അവർ കഴിക്കുന്നത്. ഒരുപാട് എക്സർസൈസസ് ഉണ്ട്, യോഗ, ടൈച്ചി പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഉള്ളതെന്ന് പറയുന്നത് എന്താ പറയുക, റെസിലിയൻസ് അല്ലെങ്കിൽ ആൻറ്റി ഫ്രജിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ചെറിയ പ്രശ്നം വന്നെങ്കിൽ ആ പ്രശ്നത്തിൽ നമ്മൾ തകർന്നു പോകാതെ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേക്കുന്ന ആ ഒരു സ്വഭാവം. നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് ത്യാഗം വന്നാലും, എന്തൊരു തടസ്സങ്ങൾ വന്നാലും, എന്തൊക്കെ ഓട്സ് വന്നാലും അതിനെ അതിജീവിച്ച് മുന്നേറുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ പാഷനേറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമുക്ക്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവരുടെ ഇക്കിഗായി ആണ് അവർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മുടെ മൈൻഡും ശരീരവും ഒരു ഇമോഷണൽ റെസിലിയൻസ് വരുത്തുന്നത് കൊണ്ടാണ് നമുക്ക് ആ അപ്സ് ആൻഡ് ഡൗൺസിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ആ ഇമോഷണൽ റെസിലിയൻസ് വരണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻസ് നല്ലൊരു ഉപാധിയാണ്. ഇനിയിപ്പോൾ വാബി സാബി എന്താണെന്നുള്ളത് വേറൊരു വീഡിയോ ചെയ്യും, അതും കൂടെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടു പോകും. വാബി സാബി പോലുള്ള ജാപ്പനീസ് ഫിലോസഫീസ്, അതുപോലുള്ള ഫിലോസഫീസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഫ്ലെക്സിബിലിറ്റിയാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവർ എല്ലാ അവസരങ്ങൾക്കും വേണ്ടി അവർ സ്വയം അഡാപ്റ്റ് ചെയ്തു വരും. ഒരു സംഭവം ചെയ്യാൻ നേരത്തെ അവർ സ്വയം ചോദിക്കും, ഇതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കും. ആ വേസ്റ്റ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എങ്ങനെ കരകയറാം, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ബെസ്റ്റിന് എയിം ചെയ്ത് വേസ്റ്റിന് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ അവർ സ്വയം ഒരു റെസിലിയൻസ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ഇത് ചുരുക്കമാണ് കേട്ടോ, ആ ബുക്ക് വായിക്കാനാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മിസ്ഡയറക്ഷൻസ് കാണും. നമ്മുടെ മണിയാകാം, കാശാകാം, പവറാകാം, നമുക്ക് അറ്റൻഷൻ വേണം എന്നുള്ളതാകാം, നമ്മളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാകാം, നമുക്ക് എപ്പോഴും സക്സസ് മാത്രമേ കിട്ടാവുള്ളൂ എന്നുള്ളതൊക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മിസ്ഡയറക്ഷൻസ് വരുന്നത്. ഈ മിസ്ഡയറക്ഷൻസ് നമ്മൾ അതിൽ വീണ് പോകാതെ, നമ്മൾ ലൈഫ് എപ്പോഴും ഒരു ഇംപെർഫെക്ഷൻ ആണ്. നമുക്കുള്ള ഇംപെർഫെക്ഷൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ കാണും, നമുക്കുള്ള പ്രശ്നങ്ങൾ നമുക്ക് തന്നെ കാണും. അപ്പോൾ ആ ഇംപെർഫെക്ഷൻസിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ മുന്നിലേക്ക് പോകാം, നമ്മുടെ ഒരു ഇക്കിഗായി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക. ആ പോസിബിലിറ്റീസ് നമ്മൾ, അല്ലെങ്കിൽ ആ ഇക്കിഗായി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡൈവേർഷൻസിനുള്ള, അല്ലെങ്കിൽ ആ ഡൈവേർഷൻസിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്നുള്ള ഒരു ആൻറ്റിഡോട്ടായിട്ട് മാറുന്നത്. ഒരു നല്ല ലൈഫ് അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഒന്നും നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ മനുഷ്യരും ഓരോ രീതിയിലാണ്, ഓരോ സാഹചര്യങ്ങൾ ഓരോ രീതിയിലാണ്. പക്ഷേ ഈ ഒക്കിനാവയിലുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ഈ ഇക്കിഗായി പഠിച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് നമുക്ക് സമ്മറൈസ് ചെയ്തെടുക്കാം. നമുക്ക് സ്ട്രൈറ്റ് വേ അതിലൊന്ന് നിങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കും. പോയിന്റ്സ് പറയുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങൾ ഒരു മൂല്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു
ചാരിറ്റി അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റിക്ക് പോവുകയാണ്. നമ്മൾ ചാരിറ്റിക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടെ കൂട്ടുക. ആ ഒരു മൂല്യം നമ്മൾ അവരിൽ വളർത്തിയെടുക്കുകയാണ്. ചാരിറ്റി എന്ന് പറയുന്ന മൂല്യം നമ്മൾ അവർ വളർത്തിയെടുക്കുകയാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുട്ടികളെ കൂടെ കൂട്ടുക. രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ ആ ഒരു ഫാസ്റ്റ് ലൈനിൽ, നമ്മുടെ ആ ഒരു ധൃതിയുള്ള ജീവിതം വിട്ടിട്ട് നമ്മൾ അതാണ് എൻജോയ്മെന്റ് എന്നുള്ളത് വിട്ടിട്ട് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിക്കും. ആ ധൃതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ക്വാളിറ്റി വരും. ഭക്ഷണം കഴിക്കുമ്പോൾ വാരി വലിച്ച് കഴിക്കാതെ വേണ്ടത്ര മാത്രം കഴിക്കുക. വയറ് കൂടുതൽ നിറഞ്ഞാൽ തന്നെ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. അത് ഫിസിക്കലി തന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടാകും, മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഇനി ഒരു നല്ല ഫ്രണ്ട് സർക്കിളിനെ വെക്കുക. ആ ഫ്രണ്ട്സ് ഒരു നെയ്ബർഹുഡും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വിഷമങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്രണ്ട്സിനെ വെക്കുക. പാതിരാത്രിക്ക് വിളിച്ചാണെങ്കിലും എടാ എനിക്കൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വിഷമമുണ്ട്, ആ വിഷമം പറയാനും, അല്ലെങ്കിൽ പാതിരാത്രിക്കാണെങ്കിലും വിളിച്ചിട്ട് നീ അറിഞ്ഞ ഇന്ന് പോർച്ചുഗലാണ് ജയിച്ചത് എന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ഫ്രണ്ട്സിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എൻ്റെ സ്കൂളിലെ ഗ്രൂപ്പ്, ഒരു എക്സാമ്പിൾ പറഞ്ഞ് ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞ് എൻ്റെ സ്കൂളിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു ഗ്രൂപ്പാണത്. ഇപ്പോഴും സെയിം എനർജിയിലാണ് ആ ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സെയിം വേവ് ലെങ്ത് ആണ് എല്ലാവരും ആ ഒരു ആവശ്യത്തിന്, ഏതൊരു ആവശ്യത്തിനാണെങ്കിലും പാതിരാത്രി ആണെങ്കിലും എല്ലാവരും കാണും. എല്ലാവരും ഒരുപോലെ തന്നെ ഏതൊരു ആവശ്യത്തിനാണ് പാതിരാത്രി ആണെങ്കിലും എല്ലാവരും ഒരുമിച്ചായിരിക്കും ഓരോ കാര്യം ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ എപ്പോഴും പുറത്ത് വെച്ച് കൂടാറുണ്ട്, കാണാറുണ്ട്, എല്ലാവരും ടച്ചിലാണ്. എല്ലാവരുടെയും ഫാമിലി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ആ ഒരു സിനർജി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം. എക്സർസൈസ് ചെയ്യുക, റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക. ദിവസവും അടുക്കളപ്പണി ചെയ്യുന്നുണ്ട്, ദിവസവും ഞാൻ വെറ്റുമടിക്കുന്നുണ്ട്, ദിവസവും ഞാൻ നടന്ന് കയറുന്ന സ്റ്റെപ്പ് നടന്നാണ് കയറുന്നത്. അതല്ല എക്സർസൈസ് ആയിട്ട് തന്നെ എക്സർസൈസ് ചെയ്യുക. മറ്റേത് ആക്ടിവിറ്റി ആയിട്ട് കൂട്ടിയാൽ മതി. എക്സർസൈസ് ആയിട്ട് തന്നെ കുറച്ച് നേരമെങ്കിലും എക്സർസൈസ് ദിവസവും ചെയ്യുക. കൂടുതൽ പുഞ്ചിരിക്കാൻ പഠിക്കുക. അത് ഞാനിതുവരെ ഫോട്ടോയിൽ പുഞ്ചിരിക്കാറില്ല, പക്ഷെ പുഞ്ചിരിക്കാൻ പഠിക്കുക. നേച്ചറുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുക, കൂടുതലും പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു നന്ദി, എപ്പോഴും ഒരു നന്ദി പറയാനുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ദിവസവും നമ്മൾ പാസ്റ്റിനെ പാസ്റ്റിലേക്ക് കൊണ്ടുവിടുക. ഇന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ പഴയതാക്കി മാറ്റുക. നമ്മുടെ പാഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ആ പാഷൻ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കാണിച്ചു തരും. പാഷൻ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്കിഗായി ഏകദേശം നമ്മൾ അവിടെ തന്നെ കണ്ടുപിടിക്കുകയാണ്. ആ ഇക്കിഗായി കാരണം നമുക്ക് വരാൻ പോണ ദിവസങ്ങളിൽ നമുക്കൊരു മീനിങ് ഫുൾ ഡേയ്സ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻസും ക്യൂരിയോസിറ്റിയൊക്കെ വലിയ പവർഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് വിട്ടുകളയരുത്. നമ്മൾ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഇക്കിഗായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അറിവിൽ വെച്ച് പരമാവധി ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായി കണ്ടുപിടിക്കുക, സന്തോഷമായിരിക്കുക, ബുക്ക് തീർച്ചയായിട്ടും വായിക്കുക. ഈ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഏകദേശം ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം, വായിച്ചു നോക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, സ്റ്റേ ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.